ഇത് സോൾഡറിങ് അയൺ, പിന്നെ ലെഡ്. ഇപ്പോൾ ഇലക്ട്രീഷ്യന്മാർ സോൾഡറിങ്ങിനെ പറ്റി അറിയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിഞ്ഞിരുന്നാൽ നല്ലത് തന്നെയാണ്. കാര്യം LED സ്ട്രിപ്പൊക്കെ ഒട്ടിക്കണമെങ്കിൽ സോൾഡർ ചെയ്യണം, കാര്യങ്ങളൊക്കെ അറിയണം. ഒരു സോൾഡർ ചെയ്യാനിൻ്റെ പ്രധാന ഒരു ഐറ്റമാണ് ആ അറ്റത്ത് കാണുന്ന, അതിനെ ബിറ്റെന്നാണ് പറയുന്നത്, സോൾഡറിങ് ബിറ്റ്. സോൾഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും, അതായത് ഈ ബിറ്റ് ഫയൽ ഉപയോഗിച്ചോ എമരി പേപ്പർ ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു സോൾഡറിങ്ങിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്. സാധാരണ ഈ സോൾഡറിങ് 10 വാട്ട്, 15 വാട്ട്, 25 വാട്ട്, ഇങ്ങനെയൊക്കെ 65 വാട്ടിൻ്റെ വരെ, അതിനും 100 വാട്ട് അങ്ങനെയൊക്കെ ഉള്ള സോൾഡറിങ് ആണ് ഉണ്ട്. പക്ഷേ ഇലക്ട്രോണിക്സ് വർക്കിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 വാട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു 15 വാട്ടിൻ്റെ 15 വാട്ടിൻ്റെ സോൾഡറിങ്ങിൻ്റെ കാര്യമില്ല. ഇതാണ് ഫ്ലക്സ്. ഈ സോൾഡറിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഫ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ലെഡിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റൊക്കെ കുറയ്ക്കാനും നല്ല ക്ലിയർ കട്ട് സോൾഡറിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. ഇത് ലെഡ് എന്ന് പറഞ്ഞാൽ ലെഡിൻ്റെയും കൂടെ ചേർന്നതാണ് ഈ ലെഡ് എന്ന് പറയുന്നത്. അതിന് ടിന്നിൻ്റെ അംശമുണ്ട്, ടിന്ന്. ഇതൊക്കെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഏറ്റവും നേർത്ത ലെഡാണെങ്കിൽ വളരെ നല്ലതാണ്, സോൾഡർ ചെയ്യാനൊക്കെ നല്ലതാണ്. ഇത് വയർ ഗേജ്, അതായത് SWG, സ്റ്റാൻഡേർഡ് വയർ ഗേജ് അല്ലേ. SWGയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയുന്നത്. നമുക്ക് ഈ വയറിൻ്റെ ഗേജുകളൊക്കെ, കനം, തിക്നെസ് ഒക്കെ മെഷർ ചെയ്യുന്നതിനുള്ളതാണ്. ഈ റീലിനകത്തൊക്കെ വരുന്ന വയറിൻ്റെ ഗേജുകൾ, പ്രത്യേകിച്ച് ഇത് വൈൻഡിങ് ഇതേപോലെ ഉണ്ട്, വൈൻഡിങ് വർക്ക്. ഇതിപ്പോൾ ഒരു 36, ഇതിപ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ എണ്ണി 31, 32, 33, 34, 35, 36 വരെയുള്ള ഗേജുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മെഷർ ചെയ്യാൻ പറ്റും. ഇത് സ്ക്വയർ ടൈപ്പും ഉണ്ട്, റൗണ്ട് ടൈപ്പും ഉണ്ട്. ഇതിൻ്റെ ആ സ്ലോട്ടിനകത്തോട്ട് കയറ്റിയാൽ മതി. അത് കണ്ട 36 എന്നുള്ള കാണിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ 36 ആണോ 35 ആണോ എന്നൊക്കെ അതിൻ്റെ അകത്തോട്ട്, ഇപ്പം 35-നകത്തോട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൂസായിരിക്കും അല്ലേ. ഇത് സ്ക്രൂ ഗേജാണ്, അല്ലെങ്കിൽ മൈക്രോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഗേജൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം 36 അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കോയിലെടുത്തിട്ട് അതിൻ്റെ മെഷർമെൻ്റ് ഒരു 10 ആണെന്ന് കരുതുക. അതേ മെഷർമെൻ്റ് തന്നെ മറ്റേ കമ്പിക്കും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ രണ്ടും ഒരേ ഗേജാണ്. അതാണ് ആ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്, രണ്ടും കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താനായിട്ട്. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 36-ൻ്റെ നോൺ കമ്പി ഇരിക്കുകയാണ്. ഫാനിൻ്റെ കമ്പി 35 ആണോ 37 ആണോ 36 ആണോ എന്ന് അറിയാൻ വയ്യ. അപ്പോഴത്തേക്ക് ഇത് വെച്ചിട്ട് ആദ്യമേ ഇതിൻ്റെ റീഡിങ് മെഷർ എടുക്കുക, അതൊരു 10 റീഡ് ചെയ്യുക. അതേ 10 തന്നെ അപ്പുറത്തും റീഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേ ഗേജാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു ഐഡിയയിൽ ചെയ്യാം എന്നേ ഉള്ളൂ. ഇത് ബോക്സ് പാനറൊക്കെ ഇലക്ട്രീഷ്യൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടറിൻ്റെയൊക്കെ ഇളക്കാനും എടുക്കാനും ഒക്കെ ഉപയോഗിക്കും ബോക്സ് പാനറുകളൊക്കെ. ചില ഉള്ളിലിരിക്കുന്ന നട്ടുകളും കാര്യങ്ങളൊക്കെ ഇളക്കാനായിട്ട്. ഇത് പൊതുവെ ടൂൾസിൻ്റെ സെറ്റ്. ഇത് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇത് കോമ്പിനേഷൻ പ്ലെയറാണ്. എപ്പോഴും പ്ലെയർ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്ലെയർ തന്നെ നമ്മൾ മേടിച്ചിരിക്കണം. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്ലെയർ, നോസ് പ്ലെയർ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി. ഇത് കട്ടിങ്, ബെൻഡിങ്, ട്വിസ്റ്റിങ്. അതുകൊണ്ടാണ് ഇതിനെ കോമ്പിനേഷൻ പ്ലെയർ എന്ന് വിളിക്കാൻ കാരണം എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഹാമറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കട്ട്, ബെൻഡ് ആൻഡ് ട്വിസ്റ്റ്. കട്ട് ചെയ്യാനും ബെൻഡ് ചെയ്യാനും ട്വിസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. നോസ് പ്ലെയർ എടുത്ത് ഒരു കാരണവശാലും കട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഉപയോഗിക്കാം. പക്ഷേ എങ്കിലും നോസ് പ്ലെയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ സ്വിച്ചൊക്കെ കണക്ഷൻ കൊടുക്കാനും അങ്ങനെയൊക്കെ ഇതിനൊക്കെയാണ് നോസ് പ്ലെയറും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എപ്പോഴും പ്ലെയർ മേടിക്കുമ്പോഴത്തേക്ക് നല്ല ക്വാളിറ്റിയുള്ള, നല്ല ഹെവി ഇൻസുലേഷനുള്ള പ്ലെയർ തന്നെ നമ്മൾ മേടിക്കണം. ഇത് സാധാരണ ഈ ഫാൾ സീലിംഗ് കയ്യിലൊക്കെ ഇരിക്കുന്ന ഒരു ടൂൾസാണ്. ഈ ഫാൾ സീലിങ്ങിൻ്റെ അയണൊക്കെ, ഇതിൻ്റെ ഈ ആംഗ്ലറൊക്കെ കട്ട് ചെയ്യുന്നതിന് ഇത് നമ്മുടെ കയ്യിലിരുന്ന ചിലപ്പോൾ ഉപകരിക്കും. ഈ LED ലൈറ്റുകളൊക്കെ കട്ട് ചെയ്തിടുന്ന സമയത്ത് പിന്നീട് ആംഗ്ലറൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇത് ഉണ്ട് എങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ അടിച്ച് വളയ്ക്കേണ്ടിയൊക്കെ വരും. അപ്പോഴിത് ഉപകാരപ്രദമാണ്. ഇത് പല ടൂൾസുകൾ, ആക്സ് ഇങ്ങനെയുള്ള. ഇത് പൈപ്പ് റേഞ്ച് പ്ലംബറൊക്കെ ആവശ്യമാണ്, ഇലക്ട്രീഷ്യൻ ആവശ്യമില്ല. ഒരു 2 പൈപ്പ് റേഞ്ച് ഉണ്ടെങ്കിൽ
വളരെ നല്ലതാണ്. ടൂൾസുകളൊക്കെ എപ്പോഴും നല്ല ഓയിലൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വേണം ടൂൾസുകളൊക്കെ നമ്മൾ സൂക്ഷിക്കാനായിട്ട്. സാധാരണ ഈ ചിലരുടെ പൈപ്പ് റേഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യത്തുമില്ല, പിന്നെ എടുത്തിട്ട് തറയിലൊക്കെ ഇട്ട് അടിക്കണം. കാര്യം എപ്പോഴും ടൂൾസ് തുടച്ച് വൃത്തിയാക്കി ഓയിലൊക്കെ ചെയ്ത് അത് നല്ലോണം സൂക്ഷിക്കണം. ഒരു 2 ചെറിയ പൈപ്പ് റേഞ്ച്, ഹെവി പൈപ്പ് റേഞ്ച്, പണ്ടൊക്കെ ആണെങ്കിൽ പ്ലംബർമാർ ഈ യൂണിയനൊക്കെ ഇളക്കാനായിട്ടൊക്കെ വലിയ പൈപ്പ് റേഞ്ചുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പം യൂണിയൻ്റെ പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ ചെറിയ ഈ മോട്ടറിൻ്റെ അകത്തൊക്കെ ചെറിയ അഡാപ്റ്ററൊക്കെ ഫിറ്റ് ചെയ്യാനും അതിനുണ്ട് ആവശ്യത്തിന് മാത്രമേ ഈ പൈപ്പ് റേഞ്ചൊക്കെ സാധാരണ ഉപയോഗിച്ച് കാണാറുള്ളൂ. ഇത് സ്ക്രൂ സ്പാനർ മസ്റ്റാണ്. 1 or 2 സ്ക്രൂ സ്പാനർ ഇരുന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വളരെയധികം ആ സ്ക്രൂ കാണുന്നിടത്ത് ഓയിൽ ചെയ്യണം. കണ്ട ആരോ കാണുന്നിടത്ത് ഓയിലൊക്കെ ചെയ്ത് അത് എപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനാക്കി തുടച്ച് തൂത്ത് വൃത്തിയാക്കി വെക്കണം. ഇത് മങ്കി പ്ലെയർ എന്ന് പറയും. വേറെയും പേരൊക്കെ ഇതിനുണ്ട്. വൈസ് ഗ്രിപ്പ് എന്ന് പറയാമെന്നും അറിയില്ല. വൈസ് ഗ്രിപ്പ് പ്ലെയർ എന്ന് പറഞ്ഞ് വേറൊരു പ്ലെയർ ഉണ്ട്. ഇത് നോസ് പ്ലെയർ. നോസ് പ്ലെയർ എന്ന് പറഞ്ഞാൽ വയറുകളൊക്കെ ഇപ്പോൾ മെയിൻ സ്വിച്ചിൻ്റെലൊക്കെ വയർ കൊടുക്കണം, അല്ലെങ്കിൽ MCBയുടെ അടിയിലൊക്കെ വയർ കൊടുക്കണമെങ്കിൽ ഈ നോസ് പ്ലെയർ ബെറ്ററാണ്. ഇത് കട്ട് ചെയ്യാനോ ട്വിസ്റ്റ് ചെയ്യാനോ ബെൻഡ് ചെയ്യാനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. വെറും വയർ ഇങ്ങനെ പിടിക്കാനൊക്കെ ആയിട്ട് മാത്രം നമുക്ക് ഉപയോഗിക്കാവുന്ന ടൂൾസാണ്. ഇത് ടോപ്പ് കട്ടറാണ്, അല്ലെങ്കിൽ ടിൻ കട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് വലിയ കമ്പികളൊക്കെ കട്ട് ചെയ്യാനും എടുക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇതും അത് തന്നെ നേരത്തെ കാണിച്ചത് തന്നെ മങ്കി പ്ലെയർ തന്നെയാണ്. വിവിധ തരം സ്ക്രൂ ഡ്രൈവറുകളാണ്, ചെറുതും വലുതുമായിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ സെറ്റ്. സ്റ്റാർ ഈ സാധാരണ സ്ക്രൂ ഡ്രൈവറിന് മൈനസ് പ്ലസ് എന്നൊക്കെയാണല്ലോ പറയുന്നത് അല്ലേ, മൈനസ്. ഇത് ഒരു പ്ലെയറാണ്. ഇത് വളരെ ഉപകാരപ്രദമായൊരു ടൂൾസാണ്. ഒരു ബോക്സ് പാനുള്ള ഒരുപാട് കൊച്ച് സ്റ്റാർ, ഫ്ലാറ്റ് അങ്ങനെയൊക്കെയുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ്. ഇത് സ്ട്രിപ്പറാണ്. വയറൊക്കെ സ്ട്രിപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ടൂൾസാണ് ഇത്. പിന്നെ ഈ വയേഴ്സ് ആർ യൂഷ്വലി 1 mm, 1.5 mm, 2.5, 4, 720, 180 ഇങ്ങനെയൊക്കെ വയേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുന്ന 6 ഉണ്ടെന്ന് ഗുണിച്ചാൽ മതി. ഇപ്പോൾ 1 mm എത്ര കറണ്ട് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6, അതായത് 6 ആമ്പിയർ. 1.5 ആകുമ്പോഴത്തേക്ക് 9 ആമ്പിയർ. 2.5 ആകുമ്പോഴത്തേക്ക് 2.5നെ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? അങ്ങനെ എല്ലാത്തിനെയും 6 കൊണ്ട് ഗുണിച്ച് അതിൻ്റെ കറണ്ട് റേറ്റിംഗ് കിട്ടുന്നതായിരിക്കും. ഇത് റീലിൻ്റെ അകത്ത് വരുന്ന വയറുകൾ. ഇതാണ് LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയും. ഫാൾ സീലിങ്ങിലൊക്കെ ഇപ്പോൾ ഇതൊക്കെ സോൾഡർ ചെയ്യണമെങ്കിൽ സോൾഡർ ചെയ്യാനൊക്കെ വേണം. ഇത് 5 മീറ്ററിന് ഒരു ചോക്ക്, ഒരു ഡ്രൈവർ, അതായത് ഒരു വെച്ചാണ് കൊടുക്കുന്നത്. പല കളറിലുള്ള LED ഫാൾ സീലിങ്ങിൻ്റെ അകത്ത്. ഇത് ചാനലിൻ്റെ അകത്ത് ചാനൽ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒട്ടിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്, ചാനൽ ഉപയോഗിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ.